എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ചമ്മന്തിയായിട്ടാണ്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുഖം ചുളിക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. പക്ഷേ നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വഴുതനങ്ങ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടുന്നത് ഫേസ്ബുക്കിലെ ഒരു ഫുഡ് ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ അടുപ്പിലിട്ട് ചുടുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റീൽ റാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുടുക. അപ്പോൾ ഞാനിവിടെ എനിക്കിത് രണ്ടും ഇല്ലാത്തത് കാരണം ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓവനിൽ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിതുപോലെ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ ഏത് ടൈപ്പിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ വഴുതനങ്ങ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ 3/4 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങ അത്യാവശ്യം നന്നായിട്ട് ചുട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് കളയാം. വഴുതനങ്ങ ഇപ്പം നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നിങ്ങൾ മാറ്റുക. അപ്പോൾ വഴുതനങ്ങയുടെ തൊലി മുഴുവൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസസ് ആക്കി മുറിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി മാത്രമേ ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ബാങ്കൻ ബർത്ത എന്ന് പറഞ്ഞിട്ട് വഴുതനങ്ങ ചുട്ടിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലെയല്ല ഈ ചമ്മന്തി. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സാധനങ്ങൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം സവാള, ഒരല്ലി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണയിൽ ഇങ്ങനെ വാടിയെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ചമ്മന്തിക്ക്. അപ്പോൾ ആ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒരുപാടൊന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരിക. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലിൽ വെച്ചിട്ടും ചതയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുകയാണ്. വാളൻ പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വഴുതനങ്ങയ്ക്ക് ഇപ്പോൾ ഒരു ചുട്ട ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ ഒരു പരുവം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്കിനി ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞു പോകുന്ന പേടിയാണെങ്കിൽ കൈവച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വഴുതനങ്ങ ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ചമ്മന്തിയുടെ ഒരു പരുവം. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മുളകിന് അധികം കളറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചമ്മന്തി ഈ കളറിലിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കളറുള്ള മുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചമ്മന്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ചുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെയും തൈരിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. മറ്റു കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും അറിയിക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്